കോഓപ്പറേറ്റീവ് റൂട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. സഹകരണ ബാങ്ക് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് സീരീസിന്റെ 6ാം ഭാഗത്തിലേക്ക് ഇന്ന് നമ്മൾ കടക്കുകയാണ്. പാർട്ട് 6, ക്വസ്റ്റ്യൻ നമ്പർ 61. ദ കളക്റ്റീവ് സെറ്റിൽമെന്റ് ഇൻ ഇസ്രയേൽ വെയർ നോൺ ആസ്, അതായത് നമുക്ക് അതിന്റെ മലയാളം ഒന്ന് പറയാം. ഇസ്രയേലിലെ കളക്റ്റീവ് സെറ്റിൽമെന്റിനെ ഈ താഴെ പറയുന്ന ഓപ്ഷനുകളിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഓപ്ഷനുകൾ നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻ എ കിബുട്സ്, ഓപ്ഷൻ ബി കോൾക്കോസ്, ഓപ്ഷൻ സി യുണിക്കൂപ്പ്, ഓപ്ഷൻ ഡി ആർട്ടൽ. ആൻസർ ഓപ്ഷൻ എ കിബുട്സ്. അപ്പൊ കിബുട്സ് ആണ് ഇസ്രയേലിലെ കളക്റ്റീവ് സെറ്റിൽമെന്റ് എന്ന് അറിയപ്പെടുന്നത്. ബാക്കിയുള്ള ഓപ്ഷനുകളെല്ലാം എവിടത്തെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കോൾക്കോസ് എന്ന് പറയുന്നത് റഷ്യയിലെ കളക്റ്റീവ് ഫാമിന്റെ പേരാണ് കോൾക്കോസ് എന്ന് പറയുന്നത്. യുണിക്കൂപ്പ് എന്ന് പറയുന്നത് ജപ്പാനിലെ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരാണ്. ആർട്ടൽ എന്ന് പറയുന്നത് റഷ്യയിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ അറിയപ്പെടുന്ന പേരാണ് ആർട്ടൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 62. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഡെൻമാർക്ക്? നമുക്ക് അതിന്റെ മലയാളം ഒന്ന് നോക്കാം. ഡെൻമാർക്കിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുമായി ബന്ധമില്ലാത്തത് ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ്? നമുക്ക് ഓപ്ഷനുകൾ പരിശോധിക്കാം. ഓപ്ഷൻ എ ഫോൾക്ക് സ്കൂൾ, ഓപ്ഷൻ ബി അഗ്രികൾച്ചർ സ്കൂൾ, ഓപ്ഷൻ സി ലൂർ ബ്രാൻഡ്, ഓപ്ഷൻ ഡി ന്യൂ ഹാർമണി. ആൻസർ ഓപ്ഷൻ ഡി ന്യൂ ഹാർമണി. ഈ ന്യൂ ഹാർമണി എന്ന് പറയുന്നത് റോബർട്ട് ഓവൻ അമേരിക്കയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ലേബർ കോളനിയുടെ പേരാണ് ന്യൂ ഹാർമണി. ബാക്കി മുകളിൽ തന്നിരിക്കുന്ന 3 ഓപ്ഷനുകളും ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഡെൻമാർക്കിലെ കോഓപ്പറേറ്റീവ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ അല്ലയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 63. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് KF ഈസ് ലൊക്കേറ്റഡ് ഇൻ, അതായത് KF എന്ന് പറയുന്ന കോഓപ്പറേറ്റീവ് ഫോർബിഡൻ സൊസൈറ്റി എന്ന് പറയുന്നത് എവിടെയാണ്, ഏത് രാജ്യത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ ലണ്ടൻ, ഓപ്ഷൻ ബി ന്യൂയോർക്ക്, ഓപ്ഷൻ സി സ്റ്റോക്ക്ഹോം, ഓപ്ഷൻ ഡി മോസ്കോ. ആൻസർ ഓപ്ഷൻ സി സ്റ്റോക്ക്ഹോം. ഈ സ്റ്റോക്ക്ഹോമിലാണ് KFന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിരിക്കുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1899. ഓക്കെ അല്ലയോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 64. ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് ഇൻ ഇന്ത്യ ആർ കാൾഡ്. ഇന്ത്യയിലെ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കുകളെ വിളിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ഓപ്ഷനുകൾ ഒന്ന് നോക്കാം. ഓപ്ഷൻ എ വാർടൈം ബേബീസ്, ഓപ്ഷൻ ബി ഡിപ്രഷൻ ബേബീസ്, ഓപ്ഷൻ സി റൊമാൻസ് ഓഫ് കോഓപ്പറേഷൻ, ഓപ്ഷൻ ഡി ഹോട്ട് ബെഡ്. ആൻസർ ഓപ്ഷൻ ബി ഡിപ്രഷൻ ബേബീസ്. ബാക്കി ഓപ്ഷനുകളെല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. വാർടൈം ബേബീസ് എന്ന് പറയുന്നത് കൺസ്യൂമർ സൊസൈറ്റീസിനെ, റൊമാൻസ് ഓഫ് കോഓപ്പറേഷൻ എന്ന് പറയുന്നത് അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ, ഹോട്ട് ബെഡ് എന്ന് പറയുന്നത് ഡെൻമാർക്കിലെ എഡ്യൂക്കേഷൻ സൊസൈറ്റീസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ അല്ലയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 65. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷാൽ നോട്ട് ബി കണ്ടെയ്ൻഡ് ഇൻ ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി? അതിന്റെ മലയാളം നോക്കാം. അതായത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഉൾപ്പെടാത്തത്? ഓക്കെ, ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി, ഓപ്ഷൻ ബി കോഡ് സിംബൽ ഫോർ ദ ഡിസ്ട്രിക്റ്റ്, ഓപ്ഷൻ സി ദ മെമ്പർ ഓഫ് ദ സൊസൈറ്റി, ഓപ്ഷൻ ഡി ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ദ സൊസൈറ്റി. ആൻസർ ഓപ്ഷൻ സി ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. അതായത് ഒരു സൊസൈറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ലാത്തത് ഈ ഓപ്ഷനുകളിൽ തന്നിരിക്കുന്നത് ഏതാണെന്നാണ്. അതായത് ആൻസർ ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 66. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി? ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പിൽ ആപ്ലിക്കബിൾ അല്ലാത്തത് ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ്? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ അറ്റൈൻഡ് ദ ഏജ് ഓഫ് 18 years, ഓപ്ഷൻ ബി നോട്ട് ഓഫ് അൺസൗണ്ട് മൈൻഡ്, ഓപ്ഷൻ സി ഓൺ ലാൻഡ് വിത്തിൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി, ഓപ്ഷൻ ഡി
നോട്ട് എ പെയ്ഡ് എംപ്ലോയി ഓഫ് ദ സൊസൈറ്റി. ആൻസർ ഓപ്ഷൻ ഡി, നോട്ട് എ പെയ്ഡ് എംപ്ലോയി ഓഫ് ദ സൊസൈറ്റി. ഈ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്: ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ആ വ്യക്തിക്ക് എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾ ലോയിൽ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് 18 വയസ്സ് തികഞ്ഞിരിക്കണം, സൗണ്ട് മൈൻഡ് ആയിരിക്കണം, അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷനകത്ത് അല്ലെങ്കിൽ പ്രവർത്തന പരിധിയിൽ വരുന്ന വ്യക്തിയായിരിക്കണം. ഓക്കെ ഇല്ലയോ? അപ്പൊ ആൻസർ ഏതാണ്? നോട്ട് എ പെയ്ഡ് എംപ്ലോയി ഓഫ് ദ സൊസൈറ്റി. ഓക്കെ ഇല്ലയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 67. ആൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ്? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ പേഴ്സണൽ അക്കൗണ്ട് ആണോ? ഓപ്ഷൻ ബി റിയൽ അക്കൗണ്ട് ആണോ? ഓപ്ഷൻ സി നോമിനൽ അക്കൗണ്ട് ആണോ? ഓപ്ഷൻ ഡി ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണോ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി നോമിനൽ അക്കൗണ്ട്. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ടിന്റെ റൂള് നിങ്ങൾക്കറിയാം. ഡെബിറ്റ് ആൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ആൾ ഇൻകം ആൻഡ് ഗെയിൻ. അപ്പം ഇൻകവും എക്സ്പെൻഡിച്ചറും വരുന്ന അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ആണ്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പേഴ്സൺസുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു കമ്പനി അല്ലെങ്കിൽ ബാങ്ക് അതുപോലെയുള്ള രജിസ്ട്രേഷൻ നടത്തുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 68. എ ബിൻ കാർഡ് ഈസ് കെപ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ. അതായത് ബിൻ കാർഡ് എന്ന് പറയുന്ന സിസ്റ്റം ചുവടെ തന്നിരിക്കുന്നതിൽ ആരാണ് കീപ്പ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം ഓപ്ഷനുകൾ. ഓപ്ഷൻ എ സ്റ്റോർ കീപ്പർ, ഓപ്ഷൻ ബി കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഓപ്ഷൻ സി സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, ഓപ്ഷൻ ഡി ഗേറ്റ് കീപ്പർ. ആൻസർ സ്റ്റോർ കീപ്പർ. ഓപ്ഷൻ എ സ്റ്റോർ കീപ്പർ. ബിൻ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഒരു സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുന്നതും സ്റ്റോക്ക് സ്ഥാപനത്തിലേക്ക് വരുന്നതും അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്യുന്നതും അതിന്റെ ബാലൻസും എഴുതി വെക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ബിൻ കാർഡ്. അത് സൂക്ഷിക്കുന്നത് ആരായിരിക്കും? സ്റ്റോർ കീപ്പർ ആയിരിക്കും. ഓക്കെ ഇല്ലയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 69. ദ ലീഡ് ബാങ്ക് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ. അതായത് അതിന്റെ മലയാളം, ലീഡ് ബാങ്ക് സ്കീം ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ 1975, ഓപ്ഷൻ ബി 1982, ഓപ്ഷൻ സി 1980, ഓപ്ഷൻ ഡി 1969. ആൻസർ ഓപ്ഷൻ ഡി 1969. ഈ ലീഡ് ബാങ്ക് സ്കീം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം. ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്നത് RBI 1969 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതായത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂറൽ ഏരിയയിൽ അതിൽ തന്നെ ബാക്ക്വേർഡ് നിൽക്കുന്ന ഏരിയയിലോട്ട് ബാങ്കിങ് ആക്ടിവിറ്റീസ് എത്തിച്ചേരാൻ വേണ്ടിയാണ് RBI ഇങ്ങനൊരു സ്കീം കൊണ്ടുവന്നത്. അതിന്റെ ഭാഗമായിട്ട് ഓരോ ജില്ലയിലെയും അതിന്റെ ബാങ്കിങ്ങിന്റെ പ്രവർത്തനങ്ങൾ ഒരു ബാങ്കിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ലീഡ് ബാങ്ക് സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയി കാണുമല്ലോ? അപ്പൊ എന്തിന്റെ ഭാഗമായിട്ടാണ്? എല്ലാ ഏരിയയിലെയും ആളുകളിലേക്ക്, പ്രത്യേകിച്ച് ബാക്ക്വേർഡ് ഏരിയയിലുള്ള വയനാട് പോലെയുള്ള ആദിവാസി ഡിസ്ട്രിക്റ്റുകളിലെല്ലാം ബാങ്കിങ് ആക്ടിവിറ്റീസ് എത്തിക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് RBI ഏത് സ്കീം കൊണ്ടുവന്നത്? ലീഡ് ബാങ്ക് സ്കീം കൊണ്ടുവന്നത്. ഇന്ന് എല്ലാ ജില്ലയ്ക്കും എന്തുണ്ട്? ഓരോ ലീഡ് ബാങ്കുകളുണ്ട്. അപ്പം ഇത് കേൾക്കുന്ന ഓരോരുത്തരും അവരവരുടെ ജില്ലയിലെ ലീഡ് ബാങ്ക് ഏതാണെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. ഓക്കെ അല്ലയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 70. ഗ്യാരണ്ടി ഈസ് ഡെൽറ്റ് വിത്ത് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അതായത് എന്റെ മലയാളം, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടില് ഗ്യാരണ്ടി, അതായത് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഡെൽറ്റ് ചെയ്തിരിക്കുന്ന, ഡീല് ചെയ്തിരിക്കുന്ന സെക്ഷൻ ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ്? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ 120, ഓപ്ഷൻ ബി 130, ഓപ്ഷൻ സി 126, ഓപ്ഷൻ ഡി 128. ആൻസർ ഓപ്ഷൻ സി 126. നിങ്ങൾക്ക് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്നായിരിക്കത്തില്ല തരുന്നത്, അതിന്റെ ഷോർട്ട് ഫോം ആയിരിക്കും തരുന്നത്, ICA എന്നായിരിക്കും തരുന്നത്. അതായത് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഡീൽ ചെയ്തിരിക്കുന്നത് ICAയിൽ ഏത് സെക്ഷൻ എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ICA കാണുമ്പോൾ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണെന്ന് ചിന്തിക്കരുത്.
ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഡീൽ ചെയ്തിരിക്കുന്ന സെക്ഷൻ സി 126 ഗ്യാരണ്ടിയിൽ 3 പേഴ്സൺസ് ആണുള്ളത്. ആരൊക്കെയാണുള്ളത്? പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ക്രെഡിറ്റർ, അതുപോലെ തന്നെ ഷുവർട്ടി അല്ലെങ്കിൽ ആരാണ്? ഗ്യാരണ്ടർ. ഓക്കെ ഇല്ലയോ? ഇതിപ്പോ ക്ലിയർ ആയോ? ഈ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ഒരു ക്ലാസ് നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് സീരീസ് കഴിയുമ്പം ഉടനെ തന്നെ ഇതിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ആ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 71. ദ പേഴ്സൺ ഹു യൂസ്ഡ് ടു ഹിയർ അക്കൗണ്ട്സ് വാസ് കാൾഡ്. അതായത് അക്കൗണ്ട്സുകൾ വായിച്ചു കേൾക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേര് ചുവടെ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ്? ഓക്കെ, ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ ജഡ്ജ്, ഓപ്ഷൻ ബി ഓഡിറ്റർ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ ബി ഓഡിറ്റർ. നമ്മൾ ഓഡിറ്റിങ്ങിന്റെ മീനിങ് പഠിച്ചിരിക്കുന്നത് തന്നെ എങ്ങനെയാണ്? ദ വേർഡ് ഓഡിറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഓഡിയർ വിച്ച് മീൻസ് ടു ഹിയർ. അതേ അർത്ഥം വരുന്ന സെന്റൻസ് തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ദ പേഴ്സൺ ഹു യൂസ്ഡ് ടു ഹിയർ അക്കൗണ്ട്സ് വാസ് കാൾഡ്. അതായത് അക്കൗണ്ട്സുകൾ കേൾക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ഓഡിറ്റർ. ഓക്കെ ഇല്ലയോ? ആൻസർ ക്ലിയർ ആയല്ലോ? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഓഡിറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 72. ഹു വാസ് ദ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് കേരള ബാങ്ക്? കേരള ബാങ്കിന്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഈ ചുവടെ തന്നിരിക്കുന്നതിൽ ആരാണ്? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ ടി വി രാജേഷ്, ഓപ്ഷൻ ബി എം കെ കണ്ണൻ, ഓപ്ഷൻ സി ഗോപി കോട്ടമുറിക്കൽ, ഓപ്ഷൻ ഡി മിനി ആന്റണി. ആൻസർ ഓപ്ഷൻ ബി എം കെ കണ്ണൻ. ഇതിൽ ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന ടി വി രാജേഷ് പ്രസന്റ് വൈസ് പ്രസിഡന്റ് ഓഫ് കേരള ബാങ്ക് ആണ്. എം കെ കണ്ണനെ നമ്മൾ പറഞ്ഞു ആരാണ്? ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആണ്. ഓപ്ഷൻ സി ഗോപി കോട്ടമുറിക്കൽ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് കേരള ബാങ്ക് ആണ്. ഓപ്ഷൻ ഡി മിനി ആന്റണി എന്ന് പറയുന്നത് IAS ആണ്. ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഓഫ് കേരള ബാങ്ക് ആണ്. ഓക്കെ ഇല്ലയോ? അപ്പൊ ആൻസർ ഇതിലേതാണ്? ഓപ്ഷൻ ബി എം കെ കണ്ണൻ. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് സീരീസിന്റെ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷൻ വഴി ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.